ല്ലോ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യണ പറ അവിടെ നമ്മൾ www.canva.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്യാൻവയിലേക്ക് വരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നറിയോ, ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിൽ അപ്പോൾ വന്ന് കിടന്നോളും, ഡെസ്ക്ടോപ്പിൽ വന്ന് കിടന്നോളും, ആപ്പ് വന്ന് കിടന്നോളും. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ടും പറ്റുന്നു കേട്ടോ. അപ്പോൾ ഇതേ ക്യാൻവ ഇതിൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ യുവർ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഡിസൈൻസ് കാണാൻ വേണ്ടിയിട്ടാണ് യുവർ ഡിസൈന്. പിന്നെ നമുക്ക് ടെംപ്ലേറ്റ്സ് ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ടെംപ്ലേറ്റ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്ററുകളാണ് ടെംപ്ലേറ്റ്സ്. എല്ലാതും ഉണ്ട്, പോസ്റ്ററുണ്ട്, വീഡിയോസ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വേണോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പോസ്റ്റർ ഞാനിതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ആ പോസ്റ്റർ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പോസ്റ്ററിന് അതേ വന്നു. പോസ്റ്ററിൽ നമുക്ക് ഇതിൽ പിക്ചർ മാറ്റാനായിട്ട് പറ്റും. പിക്ചർ ഇതിൽ എഡിറ്റിങ്ങൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ അതിൽ ഈ പിക്ചറിന് പകരം നമുക്ക് വേറെ പിക്ചർ വേണമെങ്കിൽ, ഇപ്പോൾ ഈ പിക്ചറാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് വേറെ പിക്ചർ ആക്കണമെങ്കിൽ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് ഒരു ബട്ടൺ കണ്ടോ, ആ റീപ്ലേസ് എന്ന് പറഞ്ഞ ബട്ടണുമായി ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഏത് വീഡിയോ അല്ല ഏത് ഫോട്ടോ ആയാലും ഒരു പിക്ചർ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യാണ് ഒരു പിക്ചർ. ഇതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തു. ഒരു BB ക്രീം എന്ന് പറഞ്ഞിട്ടൊരു പിക്ചറാണ് ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൽ ഡേ ക്രീമിന് പകരം നമ്മൾ BB ക്രീം എന്ന് എഴുതണ്ടേ, BB ക്രീം എന്ന് എഴുതണ്ടേ. BB ക്രീം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര നേരം പറഞ്ഞതുണ്ടാവില്ലേ, BB ക്രീം എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് എഡിറ്റിങ്ങൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറെ പിക്ചേഴ്സ് നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. വേറെ പിക്ചേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇത് പിന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും കൂടി നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാനൊരു ബ്ലാക്ക് കളറിൽ ഇട്ട് നോക്കിയതാണ്. വേറെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങളുടെ കൈവശം പോസ്റ്ററിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. നമ്മുടെ ഐഡിയ ആണ് കേട്ടോ. പോസ്റ്റർ ഉണ്ടാക്കുന്നതും വീഡിയോ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ഐഡിയയിലാണ് പറ്റുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ബ്ലാക്ക് മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് വൈറ്റ് തന്നെ തിരിച്ചാക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇത് സേവ് ചെയ്യണം അല്ലേ. അപ്പോൾ സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് അവിടെ മുകളിൽ ഒരു ലാസ്റ്റ് നിന്ന് മൂന്നാമത്തെ ബട്ടണാണ് സേവ് ചെയ്യാനായിട്ടുള്ളത്. ഇത് പിന്നെ നമുക്ക് ഈ കോണ്ടാക്ട്സ് കോണ്ടാക്ട് നൗ എന്നൊക്കെ അടിക്കില്ലേ, അതുപോലെ തന്നെ ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉള്ള ചിഹ്നങ്ങളൊക്കെ വരില്ലേ, ഇമോജീസൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് പറ്റും കേട്ടോ. ഇതിൽ ഏതെങ്കിലും എടുത്ത് വെച്ച് നമുക്ക് ടൈപ്പ് ചെയ്തത് കണ്ട മലയാളം ടൈപ്പ് ചെയ്തു. അതിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ലിമിറ്റഡ് ഓഫർ എന്ന് വെറുതെ ടൈപ്പ് ചെയ്തിട്ടിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ലിമിറ്റഡ് ഓഫർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലതുണ്ടായിരിക്കും കേട്ടോ, അതിലുണ്ടായിരിക്കും കേട്ടോ. അത് നമുക്ക് അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ എടുത്തിട്ട് ഇട്ടാലും മതി. സ്പെഷ്യൽ ഓഫർ, ലിമിറ്റഡ് ഓഫർ ഒക്കെ അതിലുണ്ട്. ഇത് ഞാൻ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്തൊന്നു മാത്രം. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് ഇതിൽ മെയിൻ കാര്യം കേട്ടോ. ഇതിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കോണ്ടാക്ട് നൗ എന്നൊക്കെ വേണമെന്ന് വിചാരിക്കും, നമ്മുടെ നമ്പറൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കതിനും പറ്റും.
അതിനുശേഷം ഇപ്പോൾ കോണ്ടാക്ട് നൗ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്കത് എല്ലാത്തും അറിയാമെന്നുള്ള രീതിയിൽ ഇരുന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാൻ പറ്റില്ല. എന്നും ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്നും ഓരോന്നൊക്കെ എടുത്ത് സമയം കണ്ടെത്തി ചെയ്യാൻ നോക്കണം കേട്ടോ. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ മൈൻഡിൽ എന്ത് ഐഡിയ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ കൂടെ ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു അവയർനെസ്സേ വേണ്ടി വരുള്ളൂ. പിന്നെ നമ്മുടെ ചിന്തകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്കുള്ള അറിവുകളാണ് വരുന്നത്. ഇപ്പോൾ ഈ കോണ്ടാക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യാപ്ഷൻ, അതായത് നമ്മൾക്ക് ഒരു CTA ബട്ടനാണത്. CTA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ടു ആക്ഷൻ. എന്ത് ചെയ്യണം, ഇത് കാണുമ്പോൾ ഇത് കാണുന്ന വ്യക്തിക്ക് ഇത് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിനെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കണം അല്ലേ. അപ്പോൾ ആ നമ്പർ കൊടുത്തതാണ് ഈ കണ്ടത്. അപ്പോൾ നമുക്കത് പിന്നെ സേവ് ചെയ്യാനായിട്ട് ആ ലാസ്റ്റിൽ നിന്ന് 3ാമത്തെ ബട്ടനാണ് സേവ് ചെയ്യുക. വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അത് നമ്മുടെ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത്രയ്ക്കാണ് നമുക്കിപ്പോൾ ഇതിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനിയൊരു വീഡിയോൻ്റെ കാര്യം വരുന്നുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാവുന്നതാണ്.